അക്കാഡമി എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്, ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല, കാരണം അത് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് പോകും. ഞാൻ വിറ്റ വീടൊന്ന് കാണുക, അപ്പോൾ തന്നെ മനസ്സിലാവും. അല്ലാതെ വിൽക്കാൻ കാരണം ഈ മാജിക് പ്ലാന്റ് തുടങ്ങാൻ സമയത്തുള്ള ഇത്തരം വിമർശനങ്ങൾ വരും എന്നുള്ളത് ഞാൻ സ്വപ്നത്തിന് കൂടി വിചാരിച്ചില്ല. ഇല്ല, തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ അവിടുന്ന്, എനിക്കന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല ആ രാത്രി. ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റു ഭിന്നശേഷിക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യം ഞാൻ കൈപ്പറ്റും. നമ്മൾ ചെയ്യുന്നത് 14 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ ആർട്ടിലൂടെ എംപവർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇത് RCAയുടെ അപ്രൂവൽ വേണ്ട. കുട്ടികളുടെ യൂണിഫോമും അവർ നീറ്റായിട്ട് വരുന്നതും കണ്ടു കഴിഞ്ഞിട്ട് അവരെല്ലാം ധനികരാണ് എന്നൊന്നും വിചാരിക്കരുത്. പിന്നെ അവർക്കൊരു തോന്നലാണ് ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കറപ്ഷൻ ഉണ്ടാവില്ല എന്നുള്ളത്. അത് കറപ്ഷൻ ഉണ്ടാവില്ല. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഗോപിനാഥ് മുതുകാടിനോട് തന്നെയാണ്. പക്ഷെ അതിലൊരു അനീതിയുണ്ട്. ആരോ എവിടെയോ എന്താണെന്ന് പോലും വ്യക്തമല്ലാതെ പറയുന്ന വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി കൊടുക്കണോ എന്ന ചോദ്യം. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളും ഈ വിമർശനങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ കഴമ്പൊന്നുമില്ല. നമ്മൾ പലതവണ ആവർത്തിച്ച് നോക്കി, എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ സംഭവമാണെന്ന് വരുത്തി തീർക്കുന്നതെന്നല്ലാതെ ആത്യന്തികമായി എന്താണ് കുഴപ്പമെന്ന് ഇവരാരും പറയുന്നില്ല എന്നാണ് വാസ്തവം. എങ്കിൽ പോലും ഈ ഒരു പുകമറ ഗോപിനാഥ് മുതുകാട് എന്ന ലെജൻഡിൻ്റെ ചരിത്ര ദൗത്യത്തെ ബാധിക്കുന്നതുകൊണ്ട് നമുക്ക് ചില സംശയങ്ങൾ നിവാരണം നടത്താം. അദ്ദേഹത്തോട് തന്നെ ചോദിച്ച്. നമസ്കാരം ഗോപിയേട്ട. നമസ്കാരം. ഐ എം എക്സ്ട്രീംലി സോറി. ഇപ്പം ഇത്തരമൊരു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക ചോദ്യം ചെയ്യാനല്ല. ചില പുകമറകൾ, ഇതൊരു യഥാർത്ഥത്തിലൊരു പുകമറയാണ്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചില കുറിപ്പുകൾ വായിക്കുമ്പോൾ എനിക്ക് വിശ്വാസമാണ്, എങ്കിൽ പോലും ഈ കുറിപ്പുകൾ വായിക്കുമ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്കും തോന്നി. ഞാൻ പറഞ്ഞ ഗോപിയായിട്ട് കുഴപ്പമില്ല, എന്തോ പ്രശ്നമുള്ളവർ. പക്ഷെ പിന്നെ വായിക്കുമ്പം അതിൻ്റെ അകത്ത് തന്നെ ഒന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്താണ് റേഷനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, എന്നോട് ബിജു പറഞ്ഞു അതിനെക്കുറിച്ച്. അതാണ് ഇത് യഥാർത്ഥ ടിപ്പിക്കൽ എക്സാമ്പിളാണ് റേഷൻ സംഭവിച്ചതെന്നുള്ളത്. ഇതുപോലെ എൻ്റെ ഒന്നിട്ട് ചെറിയ സംശയങ്ങൾ. യഥാർത്ഥത്തിൽ ഈ മാജിക്കൊക്കെ ഗോപിയായിട്ട് ഞങ്ങൾക്കൊക്കെ അറിയാം, മുതുകാട് എന്ന് പറയുന്ന മജീഷ്യനാണ്. ഇതിൽ നല്ല ലാഭകരമായി പോകുമ്പോൾ ഗോപിയേട്ടൻ പറഞ്ഞ ആ കരിയർ തന്നെ നിർത്തി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി. പക്ഷേ ഈ വിമർശകർ പറഞ്ഞ അങ്ങനെയല്ല, ഇതിനേക്കാൾ ലാഭമുള്ള ഇടപാടായതുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായി എന്തെങ്കിലും ലാഭമുണ്ടോ ഈ പ്രക്രിയ കൊണ്ട്? ഞാനിപ്പോൾ ജീവിക്കുന്ന വീട്ടിലേക്കൊന്ന് വരിക. ആദ്യം ഞാൻ വിറ്റ വീടൊന്ന് കാണുക, അപ്പോൾ തന്നെ മനസ്സിലാവും. ഞാനും എൻ്റെ വൈഫും മോനും ഇപ്പോൾ എവിടെയാണ് ജീവിക്കുന്നത്, വൈഫിൻ്റെ അമ്മയുണ്ട് അവിടെ, ഞങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നത് അവിടെ നോക്കുക ആദ്യം. അത് മാത്രം മതിയാവും. അതിനകത്ത് വിൽക്കാൻ കാരണം ഈ മാജിക് പ്ലാന്റ് തുടങ്ങാൻ സമയത്തുള്ള കടം കയറലായിരുന്നു. അത് കഴിഞ്ഞ സമയത്ത് ആ വീട് വിൽക്കേണ്ടി വന്നു. അതൊരു വലിയ വീടായിരുന്നു, നല്ല വില കിട്ടുന്ന വീടായിരുന്നു. ആ വീട് വിറ്റു. അതെല്ലാം ഈ മാജിക് അക്കാഡമി എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്, ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. അതിലേക്ക് കൊടുക്കേണ്ട സാഹചര്യം വന്നു. ഞാൻ അന്നൊന്നും ഇങ്ങനെ ഇപ്പോൾ അന്നൊക്കെ തന്നെ എന്നോട് മറ്റുള്ളവരൊക്കെ പറയുമായിരുന്നു, കാരണം ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല, കാരണം അത് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് പോകും. എല്ലാം വിലയ്ക്ക് കൊടുത്തു. ഇത്തരം വിമർശനങ്ങൾ വരും എന്നുള്ളത് ഞാൻ സ്വപ്നത്തിന് കൂടി വിചാരിച്ചിട്ടില്ല. ഇല്ല, കാരണം ഞാൻ വളരെ സതുദ്ദേശത്തോടു കൂടി എപ്പോഴും ഞാൻ നമ്മുടെ സ്റ്റാഫിനോട് എല്ലാവരോടും പറയുന്നത് വളരെ ട്രാൻസ്പെറൻ്റ് ആവണം. എല്ലാ കാര്യങ്ങളും, അക്കൗണ്ട്സ്, എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റ് ആവണം എന്ന് പറയുമ്പോൾ ഈ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു, ഈ മക്കൾക്ക് എത്രമാത്രം മാറ്റം ഉണ്ടായി, ഓരോ അമ്മമാരും സാക്ഷ്യപ്പെടുത്തുന്നു. ഓരോ അമ്മമാരോട് ചോദിച്ചാൽ മതി, എന്നോടൊന്നും പറയണ്ട. ഈ അമ്മമാർ മുഴുവൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട്, അവരുടെ പാരൻസ് പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട്, ഈ കുട്ടികൾ ആദ്യം വരുന്ന സമയത്തുണ്ടായിരുന്ന അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ്, ഇതൊരു വലിയ സംരംഭമാക്കി മാറ്റണം, ഇതൊരു റോൾ മോഡലാക്കി മാറ്റണം. അപ്പോൾ ഞാൻ ആകെ ചെയ്യുന്ന കാര്യം എന്താണ്, മറ്റുള്ള രാജ്യങ്ങളിൽ 10-45 വർഷം മാജിക്കിൻ്റെ രംഗത്തൊക്കെ നിന്ന് പല രാജ്യങ്ങളിൽ പെർഫോം ചെയ്ത് അവിടെ ഉണ്ടാക്കിയ സുഹൃത്ത് ബന്ധങ്ങൾ, ഈ ബന്ധങ്ങൾ അവിടെ പോയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പല സ്ഥലങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് അവിടെ നമ്മുടെ ദിജു ശിവദാസ് അണ്ണനെ അനിമൽ തെറാപ്പി നടത്തുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടേത് ഏഷ്യാനെറ്റുണ്ടായിരുന്നു. അതെ. പോർട്ട്ലാൻഡിൽ പോയ സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും വലിയ 10 ഏക്കർ സ്ഥലത്തൊരു അനിമൽ തെറാപ്പി യൂണിറ്റ് കണ്ടു. അവിടെ റേബിൻ എന്ന് പറയുന്നൊരു ഫ്രണ്ടാണ് എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇത്തരം ജപ്പാനിൽ പോയ സമയത്ത് ജോജോ എന്ന് പറയുന്നൊരു ഫ്രണ്ടാണ്. അവിടെ മുഴുവൻ സ്ഥലങ്ങളിലും നടന്ന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആ രാജ്യം ചെയ്യുന്ന മഹത്തരമായ കാര്യങ്ങൾ. അവിടെ നമ്മൾ ഞെട്ടിപ്പോയത്, അവിടെ ഈ റോബോട്ട്സിനെ വെച്ചുകൊണ്ട് വീടുകളിലുള്ള കിടപ്പ് രോഗികൾക്ക്, മനസ്സിലാക്കണം, വീടുകളിൽ ഏതൊക്കെയോ 100 കിലോമീറ്റർ അപ്പുറത്തൊക്കെ കിടപ്പ് രോഗികൾ അവിടെ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന റോബോട്ട്സ് ഇവിടെ ഫുഡ് സപ്ലൈ ചെയ്ത് ഇതിൻ്റെ വരുമാനം അവർക്കുണ്ട്. എന്തൊരു തോട്ട്സാണ്! ഇതൊക്കെയല്ലേ നമ്മുടെ രാജ്യത്ത് വരേണ്ടത്. അപ്പോൾ
അങ്ങനെയുള്ള വിശാലമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഞാനിവിടെ ഈ ഒരു സംരംഭത്തിൽ പോയത്. ഇത് അല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ ഇപ്പോൾ ഈ യൂണിവേഴ്സൽ എംപവർമെൻറ്റ് സെൻറ്ററും ഇതെല്ലാം കൂടി ചെയ്യാൻ വേണ്ടി 10-25 കോടി രൂപ ചിലവായി. ഇതൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം. എന്നും രാവിലെ പിന്നെന്താ, ഒന്നും രാവിലെ കുട്ടികളെ കൊണ്ടുവന്ന് കുറച്ച് ടീച്ചർമാരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. ഈ കുട്ടികൾ ഭക്ഷണം കൊടുക്കും, ഈ കുട്ടികൾക്ക് മാറ്റം വന്നില്ലോ, ഇതെല്ലാം നമ്മൾ സയൻറ്റിഫിക്കായിട്ട് റെക്കോർഡ് ചെയ്യുന്നു, അസസ്മെൻറ്റ് നടത്തുന്നു. ആ കുട്ടികളുണ്ടെന്ന ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ പാരൻസിനെ ബോധ്യപ്പെടുന്നു. എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സ്, ഇവിടുത്തെ റിസർച്ച് ചെയ്യുന്ന ആളുകൾ, ഇവരെല്ലാം ഇതിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ കഠിനാധ്വാനം ചെയ്തതിന് വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാമ്പിൾ ഞാനൊരിക്കലും, എന്നോട് പലരും ചോദിച്ചു നിങ്ങൾ എന്താണ് ഭിന്നശേഷിക്കാരുടെ അംബാസഡർ. ഞാനൊരു അംബാസഡറാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കിത് കേരളത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നു അതൊന്നും ഞാൻ വിചാരിച്ചുകൊണ്ടല്ല ചെയ്യണം. ഞാനിവിടെ എൻ്റെ കൂടെയുള്ള കുട്ടികൾ, അതിനകത്ത് 10 കുട്ടികൾക്ക് മാറ്റം വന്നാൽ ഐ ആം ഹാപ്പി. അങ്ങനെയുള്ളൊരു താല്പര്യത്തിൽ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്നുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററും ഐക്കോൺസും അസസ്മെൻറ്റ് നടത്തി സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത് നമ്മുടെ KM എബ്രഹാം സാർ ഇരിക്കുന്ന സമയത്ത് ശൈലജ ടീച്ചർക്ക് കൊടുത്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഡെവലപ്മെൻറ്റിലേക്ക് പോയത്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നമുക്കൊരു റോൾ മോഡലാക്കി മാറ്റണം മറ്റു രാജ്യങ്ങളിൽ. ഒന്ന് പറഞ്ഞു, അതായത് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ എൻഡോസൾഫാൻ ആ ഒരു സാഹചര്യത്തിൽ കണ്ടതൊരു, ഞാൻ മാജിക്കുകാരനായിരുന്നു. മാജിക്കിൻ്റെ രംഗത്ത് നിൽക്കുന്ന സമയത്ത് എൻ്റെ വിഷയം ഇതില്ലായിരുന്നു. ഞാൻ ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ എനിക്ക് അറിഞ്ഞിരുന്നില്ല, ഞാനതൊന്നും അന്വേഷിച്ചിരുന്നില്ല. എൻഡോസൾഫാൻ ദുരിത മേഖലയിൽ പണ്ട് ഡോക്ടർ മുഹമ്മദ് അഷീൽ അവിടെ ഇരിക്കുന്ന സമയത്ത്, അദ്ദേഹം എൻഡോസൾഫാൻ്റെ ചാർജായിരുന്നു, കലക്ടറാണ്, ചെയർമാൻ. അവരവിടെ ഒരു പ്രോഗ്രാം നടത്തി, മനോരമയായിരുന്നു അന്ന് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു. മനോരമയുടെ നല്ല പാഠത്തിൻ്റെ പരിപാടിയായിട്ട് ആർദ്ര കേരളം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയായിരുന്നു. അതിന് ഷോ നടത്താൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനത് ഫ്രീ ഷോ ചെയ്യുന്നു. അതിലൂടെ ഈ എൻഡോസൾഫാൻ്റെ ദുരിതബാധിതർക്ക് ഒരു ധനശേഖരണം നടത്തുന്നു, ഞാൻ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു. ഇതാണ് ആദ്യത്തെ എൻ്റെ ഒരു കാഴ്ച. ആ കാഴ്ചയും അതിനുശേഷം ഒരമ്മ പറഞ്ഞ ചില വാക്കുകളും അനുഭവങ്ങളും നേർക്കാഴ്ചകളും, അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. അത്രമാത്രം നമ്മളൊരു പാരൻ്റ് എത്രമാത്രം ഇതിൻ്റെ പേരിൽ അനുഭവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ചിന്തകൾ മാറിപ്പോയതാണ്. ഞാൻ ചെയ്ത തെറ്റോ ശരിയോ എനിക്കറിഞ്ഞുകൂടാ. അവിടെ തുടക്കമാണ്. പിന്നെ ഞാൻ ഈ ശൈലജ ടീച്ചർ, അപ്പോൾ ഇതൊന്നും എൻ്റെ മനസ്സിൽ ഈ പദ്ധതിയൊന്നുമില്ല. 23 കുട്ടികളെ ശൈലജ ടീച്ചറോട് പറയുന്നു, ടീച്ചർ ഞാൻ അഷീലിൻ്റെ അടുത്ത് പോവാണ്. തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ അവിടുന്ന്, എനിക്കന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല ആ രാത്രി. കാരണം അത് അവിശ്വസനീയമായിട്ടുള്ള സംഭവമായിരുന്നു, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് മഹേഷുമായിട്ട് ഞാൻ അഷീലിൻ്റെ അടുത്ത് പോയിട്ടു. മഹേഷ് ഗുപ്തൻ, മനോരമ. അതെ, മഹേഷ് ഗുപ്തനും കൂടി ഞാൻ അഷീലിൻ്റെ അടുത്ത് പോയി. അഷീലിനോട് ഈ കാര്യം, ഡോക്ടർ മുഹമ്മദ് അഷീൽ KSSM-ലാണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അഷീലും എന്നെയും കൂട്ടി ശൈലജ ടീച്ചറുടെ അടുത്ത് പോയി. ടീച്ചറോട് കാര്യം പറഞ്ഞപ്പോൾ ടീച്ചർ ഒക്കെ മുന്നോട്ട് പോകാൻ പറഞ്ഞു. അല്ല, ഐഡിയ എൻ്റെ, ഞാനും മഹേഷും കൂടി ആലോചിച്ചിട്ടാണ് തുടങ്ങുന്നത്. അഷീലിനോട് പറയുന്നു, അപ്പോൾ അഷീൽ അത് എഗ്രി ചെയ്യുന്നു. നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, ഈ കുട്ടികൾക്ക് മാജിക്ക് പഠിപ്പിക്കുക. പഠിപ്പിച്ചു കഴിഞ്ഞ ശേഷം അവർക്കൊരു പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതിലേക്ക് അവർക്കൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം എന്നുള്ളതാണ്. ഇത് നടക്കുമോ നടക്കില്ലെന്നൊന്നും അറിഞ്ഞിട്ടല്ല തുടങ്ങിയത്. ദെൻ 23 കുട്ടികളെ നമുക്ക് അക്കാഡമിയിൽ, പൂജപ്പുര അക്കാഡമിയിൽ തന്നു. സർക്കാർ തന്നു. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. അഷീൽ അവർ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് ടാലൻറ്റ് ഹണ്ടൊക്കെ വെച്ചിട്ട് അവിടുത്തെ കുട്ടികളെ തന്നു. കുട്ടികൾ നമ്മൾ മാജിക്ക് പഠിപ്പിച്ചു തുടങ്ങി. അവരാണ് പി വിഷ്ണുവും ശ്രീലക്ഷ്മി, ഈ ഗ്രൂപ്പൊക്കെ അവരുള്ളതാണ്. എന്നിട്ട് നമ്മൾ അവരെ മാജിക്ക് പഠിപ്പിച്ചു. ഒരു 6 മാസം ആദ്യം നടക്കില്ല എന്ന് വിചാരിച്ചു, നിർത്താൻ തീരുമാനിച്ചു. പക്ഷേ നമ്മളത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു, കണ്ടിന്യൂ ചെയ്തു. നോക്കിയ സമയത്ത് കുട്ടികൾ അതിമനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു. കൈയൊക്കെ വർക്ക് ചെയ്യാത്ത കുട്ടികളൊക്കെ കൈ കൊണ്ടൊക്കെ പിടിച്ചിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊരു വലിയ അത്ഭുതമായി തോന്നി. ഞാൻ ടീച്ചറോട് പോയി പറഞ്ഞു. അഷീൽ പഠനം അല്ല, അത് കഴിഞ്ഞപ്പോഴത്തേനാണ് വൈസ് പ്രസിഡൻറ്റിനെ അവരെ ക്ഷണിക്കാൻ വേണ്ടി പോയി. ഡോക്ടർ ഹമീദ് അൻസാരി എന്ന വൈസ് പ്രസിഡൻറ്റ്. അദ്ദേഹം ടാഗോർ തിയേറ്ററിൽ വന്നു. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അന്നത്തെ ഗവർണർ ഉണ്ടായിരുന്നു. ഇവരുടെ മുമ്പിൽ വെച്ച് ഈ 23 കുട്ടികളും ഗംഭീരമായിട്ട് പെർഫോമൻസ് നടത്തി. പ്രോഗ്രാം കഴിഞ്ഞ് പ്രോട്ടോക്കോളൊക്കെ വേദിച്ച് വൈസ് പ്രസിഡൻറ്റ് സ്റ്റേജിലേക്ക് ചാടിക്കയറി ആൻഡ് യു ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പോയത്. അപ്പോൾ എനിക്കത് മതിയായിരുന്നു. ഗവർണറൊക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അവിടെ തീർന്നു. ഇവർ അനുയാത്ര എന്ന് പറയുന്നൊരു ക്യാമ്പയിനാണ് ഗവൺമെൻറ്റിൻ്റെ, അതിൻ്റെ അംബാസഡേഴ്സായിട്ട് ഇവർ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഫണ്ട് നൽകിക്കാണ് സർക്കാർ ആ പിള്ളേരെ ട്രെയിൻ ചെയ്ത്. അത് അവർ തന്നെ നടത്തിയതാണ്. നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അക്കാഡമിയായിട്ട് ഒരു ബന്ധവുമില്ല, സാമ്പത്തികമായിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവരുടെ പാരൻസ് ചോദിച്ചു ഇനി എന്താണ് നമ്മുടെ പരിപാടി. അപ്പോഴേക്ക് ഈ കുട്ടികളുമായിട്ട് 6 മാസത്തെ ബന്ധമല്ലേ, ഈ നമ്മളിങ്ങനെ പതുക്കെ അവരിലേക്ക് ഇങ്ങനെ അടുക്കുകയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ
ഒരു മോൻ്റെ പേര് ഞാൻ ഇപ്പോൾ അവൻ എഴുതലില്ല, അവൻ എൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ കൈയിട്ട് കഴിഞ്ഞാൽ മാമാ എന്ന് പറഞ്ഞ എൻ്റെ കവിളിൽ ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഇവരോട് ഭയങ്കര പെറ്റാവാൻ തുടങ്ങി. എനിക്ക് ഇവരെ കാണാൻ തോന്നപ്പോഴും ഞാൻ എന്നിട്ട് കവിതയോട് പറഞ്ഞു, എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് ഓവറായി പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഇതിനകത്തേക്ക് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ സാത്വിക്കാണോ എൻ്റെ പേര്, എനിക്ക് ഓർമ്മയുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ കുട്ടികളുടെ അമ്മമാർ ഇനി എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ടായി. അപ്പോൾ ഈ കുട്ടികൾ വെറുതെ വിടാൻ തോന്നാതെയായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടാക്കിയിട്ട് അവർ പെർഫോമൻസ് നടത്തുക, അവർക്ക് ശമ്പളം കൊടുക്കുക. അപ്പോൾ കാണാൻ ആൾ വേണമല്ലോ. അപ്പോഴേക്കും മാജിക് പ്ലാനറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാജിക് പ്ലാനറ്റിൽ തിയേറ്റർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനും പിന്നെ അതിൻ്റെ ചർച്ച നടത്തി. അത് കഴിഞ്ഞിട്ട് ഒരു ട്രൈ പാർട്ടി അഗ്രിമെൻ്റ് ഉണ്ടാക്കി. നമ്മൾ കാരണം കിൻഫ്രേൻ്റെ ലാൻഡ്, കിൻഫ്ര മാജിക് അക്കാഡമി ഇതുണ്ടാക്കിയിട്ട് ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടാക്കി തന്നു. അതിനകത്ത് ഈ മക്കൾ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തു. അവരാണ് ഇപ്പോഴും പെർഫോം ചെയ്യുന്നത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. ഈ വിഷ്ണു എന്ന് പറയുന്ന കുട്ടിയും ഇവരൊക്കെ, ഈ മക്കളൊക്കെ, ശ്രീലക്ഷ്മിയൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു 9 lakhs അവർ രണ്ടുപേരും 9 ലക്ഷം. ചെറിയ കാര്യമല്ല അത്. അപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടപ്പോൾ അതിൻ്റെയാണ് ഈ അസസ്മെൻറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എനിക്ക് തോന്നി ഇതൊരു പുതിയ റോൾ മോഡലായിട്ട് മാറ്റിയിട്ട് ഒരു പുതിയ ഒരു തലം ഉണ്ടാക്കണം. അന്നൊന്നും ഞാൻ ഇങ്ങനത്തെ വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ആലോചിച്ചില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ തുടങ്ങാൻ തീരുമാനിച്ചു. ഇവിടെ കുറച്ചും കൂടി ലീസിന് സ്ഥലം എടുത്തു. ഇതെല്ലാം ലീസിനാണ് ഈ സ്ഥലം. അപ്പോൾ അഷീലൊക്കെ പറഞ്ഞു ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ടൊന്നും കിട്ടില്ല, കാരണം അതിനകത്ത് പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ഫണ്ടും വേണ്ട, നമ്മൾ CSR വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ധൈര്യസമയത്ത് ഇറങ്ങി. അപ്പോഴത്തേക്കൊക്കെയാണ് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ തുടങ്ങി. കുട്ടികളെ വെച്ചുകൊണ്ട് കുട്ടികളെ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ ചെയ്തത്. ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ 7 സ്റ്റേജാണ്. പാട്ട് പാടുന്നത്, ഡാൻസ് ചെയ്യുന്നത്, മാജിക്. ഇതായിരുന്നു നെക്സ്റ്റ്. അത് എംപവർമെന്റ് സെന്റർ കഴിഞ്ഞാൽ നമ്മൾ മാജിക്കിൽ മാത്രം നിർത്തണ്ട. അതായത് മാജിക് പ്ലാനറ്റിൽ നിന്ന് നെക്സ്റ്റ് എംപവർമെന്റ് സെന്റർ. എംപവർമെന്റ് സെന്റർ പിന്നെ ഡിഫറെന്റ് ആർട്ട് സെന്റർ. ഓക്കെ. അപ്പോൾ 7 സ്റ്റേജ് ഉണ്ടാക്കി. 7 സ്റ്റേജ് ഉണ്ടാക്കി. അതിനകത്ത് പോലെ ബിതോവൻ ബംഗ്ലാവ്, ജാലിയോ മഹൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഓപ്പൺ എയർ ആക്കി. ഈ കുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും ഓടിക്കളിക്കാനും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭയങ്കര അറ്റ്മോസ്ഫിയർ ഉണ്ട് ക്രിയേറ്റ് ചെയ്തു. വാട്ടർഫോള്, അതിനെല്ലാം പരിശീലനം കൊടുത്തു. എല്ലാ മേഖലയും. ആ ചിത്രം വരയ്ക്കുന്ന കുട്ടികൾക്ക് അവിടെ പോകാം. പക്ഷേ പാട്ട് പാടുന്ന ഒരു കുട്ടി ഇവിടെ വന്നിരിക്കണോ അവിടെ പോകാം. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആർട്ട് ടീച്ചേഴ്സിന് വെച്ച് ഒരു പുതിയ പരീക്ഷണം നല്ല ഇതിലേക്ക് അത് തുടങ്ങി. അത് നല്ല സക്സസ് ആയി. അപ്പോഴേക്കാണ് കോവിഡ് വന്നു. ആ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വീണ്ടും ഡൗൺ ആയി. അപ്പോഴാണ് നിങ്ങൾ വന്നിട്ടൊരു വീഡിയോ ചെയ്ത് സഹായിച്ചത്. അതോടുകൂടി നമ്മൾ വീണ്ടും പിടിച്ച് കയറാൻ. അല്ല, അതുവരെ വലിയ പ്രതിസന്ധി, ഭയങ്കര പ്രതിസന്ധിയായിരുന്നു. പക്ഷേ എനിക്കുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഈ മക്കൾ മാത്രമാണ്. ഞാൻ എന്നിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് എല്ലാ വീടുകളിലും അരിയും ഇതും കൊണ്ട് കൊടുത്തൊക്കെ ദിവസങ്ങളുണ്ട്. അതൊക്കെയാണ് എനിക്കൊരു വിഷമം. കാരണം അങ്ങനെയൊക്കെ നമ്മൾ ഇത്രമാത്രം ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ സാധനത്തിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇതിനങ്ങനത്തെ ഒരു വിവാദം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. അതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു എൻ്റെ വീഡിയോ വന്നതോടുകൂടി അങ്ങോട്ട് അടുപ്പമുള്ള പലർക്കും അപ്പോഴെ പിടികിട്ടിയെന്ന് തോന്നുന്നു ഇവിടെ പ്രശ്നം ഉണ്ടെന്നല്ല, സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്ന്. അതെ 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 എന്നോട് ഞാൻ എബ്രഹാം പറഞ്ഞത്. ഇതിനകത്ത് എപ്പോഴും ഈ പറയുന്നുണ്ട് ക്രൗഡ് ഫണ്ടിങ്. നമ്മൾ ഇതുവരെ ഒരു ക്രൗഡ് ഫണ്ടിങ് ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ കോൺഫറൻസ്, സമ്മോഹൻ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തി. അന്താരാഷ്ട്ര കോൺഫറൻസ് ഇന്ത്യയിൽ നമ്മൾ ഏറ്റെടുത്ത് നടത്തി. 20 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പ്രൊഫസേഴ്സ് വന്നു. ഇതുവരെ നമ്മൾ ഇന്ത്യ ചർച്ച ചെയ്യാത്ത ഈ മക്കളുടെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ക്ലാസ് വരെ ഉണ്ടായിരുന്നു. നമ്മൾ അഡ്രസ്സ് ചെയ്യാത്ത ഒരുപാട് പ്രശ്നങ്ങൾ. അവിടെയാണ് ആദ്യത്തെ എൻ്റെ സംശയം, അല്ലെങ്കിൽ എൻ്റെ സംശയം ഇവരുടെ സംശയം. ഇതൊക്കെ നിങ്ങൾ വലിയ ഫണ്ട് ശേഖരിച്ച് ലാഭം ഉണ്ടാക്കപ്പെട്ട് നടത്തിയ ചോദ്യം. അതാണ് പ്രശ്നം. ഫണ്ട് വന്നോ? ഇല്ല. അതിനാകെ എനിക്ക് തോന്നുന്നു 13 ലക്ഷം രൂപയാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നടത്താൻ വേണ്ടിയിട്ട് അലോട്ട് ചെയ്തത്. ഇല്ല, അത് മുഴുവൻ കിട്ടിയിട്ടില്ല. 10.25 ലക്ഷം. എത്ര ചെലവായി? എനിക്ക് തോന്നുന്നു നിയർലി ഒരു 50 lakh രൂപ. 50 lakh ആയി ഉണ്ടാവും. അപ്പോൾ ഇതും മറ്റേ കണ്ടെത്തിയാ ചെയ്തത്? അതെ. സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നില്ല. ഇല്ല. എന്നിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ആ കോൺഫറൻസ് നടത്തുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ടീച്ചേഴ്സ്, പിന്നെ അതിൻ്റെ ഹെഡ്സ്, അവരെല്ലാം വിളിച്ചു കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയിട്ട് സൗജന്യമായി ഭക്ഷണം കൊടുത്ത് ഇതെല്ലാം ചെയ്ത് അവർ ഇതിനകത്ത് ഈ ഓരോ ക്ലാസ്സുകൾ പഠിക്കുകയാണ്. കാരണം മറ്റ് രാജ്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പിന്നെയാണ് ഈ യൂണിവേഴ്സൽ എംപവർമെൻറ്റ് സെൻറ്റർ. ആ ഒരു കൺസെപ്റ്റ് എങ്ങനെ വന്നു? അത് ഈ കുട്ടികൾ പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്താണ്, നമുക്ക് ഈ മക്കൾക്ക് എംപ്ലോയ്മെൻ്റ് ആണ്, അവരെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഈ മക്കളെ ചെയ്തതുപോലെ. അപ്പോൾ നമ്മൾ അതിനൊക്കെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ വേണം, പ്രത്യേക സ്റ്റേജുകൾ വേണം. അതുപോലെ തന്നെ അമ്മമാർക്ക് കരിഷ്മ എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ടാക്കി. കാരണം അമ്മമാരാണല്ലോ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. അവർക്ക് ഒരു ഷോപ്പിംഗ് മോൾ, എന്താ പറയുക 10-15 ഷോപ്പുകൾ ഉണ്ടാക്കണം.
ടൈലറിങ് യൂണിറ്റുകൾ ഉണ്ടാക്കണം, അതെല്ലാം സജ്ജീകരിച്ചു. അതൊരു സെപ്പറേറ്റ് സൊസൈറ്റി ആക്കി രജിസ്റ്റർ ചെയ്തു. അവരുടെ സാമ്പത്തിക ഇടപാടുമായിട്ട് നമ്മൾ യാതൊരു ബന്ധവുമില്ല. അത് അവർ സെപ്പറേറ്റ് ഒരു പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷറുമായിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യണം. അമ്മമാർ തന്നെ. ഇങ്ങനെയൊക്കെയാണ് നമ്മളിതിന് കാര്യങ്ങൾ ഡെവലപ്പ്. തെറാപ്പി യൂണിറ്റ്, ഈ കുട്ടികൾക്കെല്ലാം തെറാപ്പി. അതിനാണ് ഇൻവെസ്റ്റ്മെന്റ് വന്നത്. അതെ, അത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. സ്പോർട്സ്, ഹോർട്ടിക്കൾച്ചർ തെറാപ്പി, കൃഷി ചെയ്തുകൊണ്ട് കുട്ടികൾ തെറാപ്പി നടന്നു. ഇതെല്ലാം കൂടി സമന്വയിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഇതിനെ മാറ്റിയത്. ഏതാണ്ട് 20 കോടിയോളം അതിന് തന്നെ ചിലവായി. എല്ലാം കൂടി അത്രയായി. പിന്നെ ആണ് നമുക്ക് കാസർഗോഡ്, ഈ സമയത്ത് കാസർഗോഡാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെയും കൂടി ഒരു സെൻറ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതും അതും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് സന്തോഷമായിട്ട് മടങ്ങി പോവാം എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ കുറേ ആളുകളുടെ സാമ്പത്തിക സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു 20 ഏക്കേഴ്സ് ലാൻഡ് ട്രസ്റ്റിൻ്റെ പേരിൽ, ഈ ഇതിൻ്റെ സൊസൈറ്റിയുടെ പേരിൽ മേടിച്ചു. റോഡിൽ നിന്നുള്ള വഴി പിന്നെ മേടിച്ചു. ഇപ്പോൾ ആ ലാൻഡായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മളതിനകത്ത് ശേഷം എന്ത് ചെയ്തു, ഡൽഹിയിൽ നിന്നുള്ള പാരാലിമ്പിക്സ് കമ്മിറ്റി ഇവരെല്ലാം വിളിച്ചിട്ട് നമ്മളൊരു മീറ്റിംഗ് വെച്ചു. ഇതിനകത്ത് സോഷ്യൽ സെക്യൂരിറ്റി എന്താ പറയുക, സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ വിളിച്ചൊരു മീറ്റിംഗ് വെച്ചിട്ട് ഇതെങ്ങനെയായിരിക്കണം എന്താ തീരുമാനമായി. അതിൻ്റെ മാസ്റ്റർ പ്ലാൻ വരച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഇത്തരം വിവാദങ്ങളും പ്രശ്നങ്ങളും വരുന്നത്. ഇതിലേക്ക് ഈ വിവാദങ്ങളുടെ ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫണ്ടിനെ കുറിച്ചുള്ള ഒരു സംശയം പലർക്കും ഉണ്ടെന്നുള്ള. അങ്ങനെ നിങ്ങളുടെ ഫണ്ടിങ് എങ്ങനെയാണ്? ഫണ്ടിങ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എല്ലാ ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളതിനകത്ത് ക്യാഷ് ആയിട്ട് നമ്മൾ ഫണ്ട് മേടിക്കുന്നില്ല, ക്യാഷ് ആയിട്ട് ഫണ്ട് വാങ്ങുന്നില്ല. ഇല്ല. അതായത് ഇൻകം ടാക്സിൻ്റെ റൂൾ പ്രകാരം ഇത്തരം ചാരിറ്റബിൾ സൊസൈറ്റീസ് 2000 രൂപയിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് മേടിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഷോ വരുന്നവർക്കോ ഇവിടെ വന്നിട്ട് ഡൊണേറ്റ് ചെയ്യാം. ക്യാഷ് അല്ല, എല്ലാം അക്കൗണ്ട് വഴിയാണ്. 2000 താഴെയാണ് ചിലപ്പോൾ തന്നെന്ന് വരാം. ആ നിമിഷം റെസീറ്റ് കൊടുക്കും. രസീതില്ലാത്തൊരു ഇടപാടുമില്ല. ഇല്ല, ഒരു ഇടപാടുമില്ല. അതുപോലെ തന്നെ അവരുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് എല്ലാം അക്കൗണ്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഡയറക്റ്റ് സംഭാവനയാണ് മെയിൻ ഇൻകം. ഏതാ ഇവിടുത്തെ ഒരു ഇൻകം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ആളുകളൊക്കെ കണ്ടവരൊക്കെ സഹായങ്ങളൊക്കെ തരുന്നുണ്ട്. ഒരുപാട് ആളുകൾ സഹായിക്കുന്നു, സംഘടനകളും ഇഷ്ടം പോലെ സഹായിക്കുന്നത്. ആ സഹായം മാത്രം അതാണ് ഞാൻ പറഞ്ഞത്. ഇതെന്തുകൊണ്ട് 40-45 വർഷമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബന്ധം, ആ റിലേഷൻ, അതുപോലെ തന്നെ അവരുമായിട്ട് ഊഷ്മളമായിട്ട് നമ്മൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു റിലേഷൻ, ഈ റിലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും സഹായിക്കുന്നത്. പിന്നെ അവർക്കൊരു തോന്നലാണ് ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കറപ്ഷൻ ഉണ്ടാവില്ല എന്നുള്ളത്. അത് കറപ്ഷൻ ഉണ്ടാവില്ല, അതിൻ്റെ പേരിൽ തന്നെയാണ്. പിന്നെ CSR ഫണ്ട് ബേസിക്കലി കിട്ടുന്നത് ഇൻവെസ്റ്റ്മെന്റ്, അത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് അല്ലേ? അല്ല, ഇപ്പോൾ തെറാപ്പി യൂണിറ്റിന് വേണ്ടിയിട്ട് ബജാജിൻ്റെ ഉണ്ട്. അല്ല, അതാ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ദൈനംദിന ചെലവിന് വേണ്ടിയാണോ അതോ കൂടുതൽ അതോ ഓരോ നിർമ്മാണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? ഇപ്പം ഈ സെന്റർ ഉണ്ടാക്കി ചില ഇപ്പം നമ്മൾ അതിനകത്ത് ഒരു തിയേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഫണ്ട് മെയിൻലി CSR ഫണ്ട് അതിന് വേണ്ട, അല്ല ദൈനംദിന ചെലവ് നടത്താനല്ല. അല്ല. അപ്പൊ ഈ വന്നിരിക്കുന്ന പണം, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മളിപ്പോ ഏതാണ്ട് 11-20-25 കോടികൾ ഇൻവെസ്റ്റ് വന്നിരിക്കുന്ന പണം എല്ലാം തന്നെ നമുക്ക് മിച്ചമൊന്നുമില്ല. മിച്ചമുണ്ട്. ഇപ്പോൾ കാസർഗോട്ടേക്ക് നമുക്ക് പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫണ്ട് നമ്മുടെ കയ്യിൽ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഗോപിനാഥ് മുതുകാടിന് ശമ്പളം കയറ്റുന്നുണ്ടോ? ഇല്ല. ഞാൻ 27 വർഷമായി മാജിക് അക്കാഡമി തുടങ്ങിയിട്ട്. 27 ഇയേഴ്സായി. 96 തുടങ്ങുന്നത്. ഇതുവരെ ഞാൻ 1 രൂപ ശമ്പളം മേടിച്ചിട്ടില്ല. അപ്പം ഇവിടുത്തെ ഈ ചെലവെല്ലാം ഇവിടെ നിന്നായിരിക്കും? ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് ബന്ധം. ഞാൻ ഇവിടുന്നാണ് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞ ഗോപിയേട്ടൻ എനിക്ക് ചെലവ് അല്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മോട്ടിവേഷൻ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ്, ഫേസ്ബുക്കിൽ എനിക്ക് ഇതുണ്ട്, ഒരു ചെറിയ വരുമാനം വരുന്നത്. എനിക്കിപ്പോൾ അങ്ങനെ ചിലവ് വരുന്നില്ല. കാരണം എൻ്റെ വൈഫിനോ എനിക്കോ മോനോ ഒന്നും ഇതുവരെ അങ്ങനത്തെ കാര്യമായിട്ടുള്ള അസുഖങ്ങളോ പ്രശ്നങ്ങളോ വന്നിട്ടില്ല. അങ്ങനെ നാളെ വരികയാണെങ്കിൽ എന്തെന്നുള്ളതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. അല്ല, ഇപ്പോൾ ഗോപിയേട്ടൻ്റെ വരുമാനം എന്താ? പേഴ്സണൽ ഇത് സ്ഥാപനം മാറ്റിയത് ഗോപിയേട്ടൻ്റെ വരുമാനം എന്താണ്? എൻ്റെ വരുമാനം ഞാൻ അതാണ് മോട്ടിവേഷൻ പ്രോഗ്രാമിന് പോകുന്ന സമയത്തൊക്കെ പൈസ കിട്ടും. അതും ഞാൻ ചിലതൊക്കെ ഈ സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു പൈസയുടെ ആവശ്യം വരുന്നില്ല. യൂട്യൂബും ഈവൻ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം പോലും കഴിക്കാറില്ല. അങ്ങനത്തെ ഒരു ചിലവ് നമുക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ പറയാം, ഈ ഷർട്ട് എനിക്ക് ഷാൻ എന്ന് പറയുന്ന ലണ്ടനിലെ വാങ്ങിച്ചു തന്നതാണ്. അല്ല, അപ്പം ഞാൻ ചോദിക്കേണ്ടത് കാര്യമായിട്ട് ചിലവ് എന്തിനാ? അപ്പം പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അങ്ങനെ ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് പൈസ കിട്ടും. കുറച്ച് വരും, അത് കുറച്ചും കൊണ്ട് വരുന്നുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഈ സംവിധാനത്തിൽ നിന്ന് ഒരു പൈസ എടുക്കുന്നില്ല. ഈ സംഭാവന തരുന്ന ഒരു പൈസ പോലും എടുത്തിട്ടില്ല. ഇല്ല, നെവർ. അത് ഞാൻ ഏത് അവിടെ തെളിയിക്കാൻ തയ്യാറ്. 1 രൂപ പോലും ഞാനുമായിട്ട് അതിനകത്ത് കൂട്ടി തൊടില്ല. ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചു. നിങ്ങൾ ഈ മാജിക് അക്കാദമി ഈ മാജിക് നിർത്തി ഈ സംവിധാനത്തിലേക്ക് വന്നതിന് ശേഷം അസറ്റ് നിങ്ങളുടെ പേഴ്സണൽ പേരിലോ മറ്റോ വേറെ കിട്ടിയിട്ടുണ്ടോ? വേറെ ഇതൊക്കെയാണല്ലോ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് അസറ്റ്
ചോദിക്കുക, വേറെ സ്വത്തുക്കളോ സ്ഥലങ്ങളോ ഒന്നുമില്ല? നാട്ടിലുണ്ട്, നിലമ്പൂരുണ്ട്. അല്ല, അത് പണ്ടേതല്ലേ, ആ, ഞാൻ ചോദിക്കുന്നതല്ല. നിങ്ങൾ മാജീഷ്യനായിരുന്ന കാലത്ത് നിങ്ങൾക്ക് 100 കോടിയുടെ അസറ്റ് ഉണ്ടെന്ന് ചോദിച്ചോളൂ, അതവിടെ കിടന്നോട്ടെ. എൻ്റെ ചോദ്യം, നിങ്ങൾ ഈ പിള്ളേരുടെ 2017 ഈ പിള്ളേരെ തുടങ്ങാൻ വന്നതിന് ശേഷം നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ ഭാര്യയുടെ പേരിലോ മക്കളുടെ പേരിലോ സ്വത്തുക്കൾ വാങ്ങി? അവിടെ ഞാൻ പറയാനുള്ളത്, എൻ്റെ പേരിൽ ഒരു 30 സെൻറ്റ് സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. കവിതയുടെ പേരിൽ, എൻ്റെ കവിത എൻ്റെ വൈഫിൻ്റെ പേര് 14 സെൻറ്റ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഈ അക്കാഡമി ഓഫ് മാജിക്കൽ സയൻസിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഇപ്പോൾ നമ്മൾ 16 വീട് വെച്ച് ഈ മക്കളും അവരുടെ കുടുംബം അവിടെ താമസിക്കുന്നുണ്ട്, ആർട്ടിസ്റ്റുകൾ അവിടെ താമസിക്കുന്നുണ്ട്. എൻ്റെ വൈഫിൻ്റെ പേരിലുള്ള 14 സെൻറ്റ് സ്ഥലത്ത് ഇപ്പോൾ വീട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം വേണമെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ കാണാം. ആ വീട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഏകദേശം ഫൈനൽ പൂർത്തിയായി. വെള്ളത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് കഴിഞ്ഞാൽ അവിടെയും കുറച്ച് 8 ഫാമിലിക്ക് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. അതാണ് നമ്മുടെ പഴയ വീട്ടിലാണോ ഞങ്ങൾ? ആ വീട് വിറ്റു. ആ വീടാണ് വിറ്റത്. പഴയൊരു വീടുണ്ടായിരുന്നു, അതായത് നിലമ്പൂരിന് സെപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വിസ്മയ് എന്ന പേരിട്ട്, എൻ്റെ മോൻ്റെ പേരിട്ടുള്ള ഒരു വീടുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ പേര് വിസ്മയ് തന്നെയാണ്, പക്ഷേ ഓണർ ഞാനല്ല. വിറ്റു. അതൊക്കെയാണ് ഇവിടെ കൂടുതൽ. ഇപ്പോൾ ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അക്കാഡമിയുടെ തൊട്ടടുത്ത ഫ്ലാറ്റ്. നിങ്ങളുടെ സ്വത്ത് കുറഞ്ഞു, സ്വത്ത് കുറഞ്ഞു, കൂടിയിട്ടില്ല എന്ന് മാത്രമല്ല കുറഞ്ഞു. ഇത് സൊസൈറ്റിയുടെ സ്വത്താണ്. ഈ സ്വത്ത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇത് നാളെ ആരാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നത് അവരുടെയാണ്. ദാറ്റ്സ് ആൾ. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേ പറ്റത്തുള്ളൂ, അത്രേ പറ്റുള്ളൂ. നാളെ വേറൊരാളെ ഒരുപക്ഷെ വിമർശിക്കുന്ന ഒരാളായിരിക്കും ജനാധിപത്യത്തിനോട്. തീർച്ചയായിട്ടും. ഓഡിറ്റ് ഇല്ല എന്നാ പറയുന്നത് കേട്ടോ, അങ്ങനെ ഒരു ആരോപണം. ഓഡിറ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഒറ്റ സിമ്പിൾ ഒരു ചോദ്യം ചോദിക്കാം. നമുക്ക് കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രാൻഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഗവൺമെൻറ്റിൽ ഒരു ഗ്രാൻഡ് നേടിയെടുക്കണമെന്നുണ്ടെങ്കിലുള്ള പ്രോസസ്സ് ഇറ്റ്സ് നോട്ട് സിമ്പിൾ, അത് വളരെ ടഫാണ്. ഗ്രാൻഡ് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം, ഒരു വർഷം പ്രഖ്യാപിച്ചു, അടുത്ത വർഷം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മളിതിൻ്റെ ഓഡിറ്റ് ചെയ്ത് അവരത് വന്ന് നോക്കി അല്ലെങ്കിൽ അവർക്ക് സമർപ്പിച്ചത് എല്ലാം കറക്റ്റാണെങ്കിൽ മാത്രമേ ഇത് കൈകാര്യം ചെയ്യുന്ന വെറുതെ ആളുകളൊന്നും അല്ലല്ലോ. സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി ഇവരെല്ലാം IAS ഉദ്യോഗസ്ഥന്മാരൊക്കെ അല്ലേ. ഗവൺമെൻറ് എന്ന് പറയുന്നത് ഫൂളാണോ? അവരൊക്കെ എല്ലാം അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷമല്ലേ ഈ ഗ്രാൻഡ് പ്രഖ്യാപിക്കൂ, ബജറ്റിലൊക്കെ പ്രഖ്യാപിക്കൂ. അപ്പോൾ ഓഡിറ്റുണ്ട് ഫുള്ളി 100%. നമുക്ക് ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി 12A രജിസ്ട്രേഷൻ ഉണ്ട്, ATG എക്സ്പെൻഷൻ ഉണ്ട്, FCRA ഉണ്ട്, CSR ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയുണ്ട്. ഞാൻ 94 മുതൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണ്. 94 മുതൽ 96 അക്കാഡമി ഉണ്ടായ സമയത്ത് മുതൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ സൊസൈറ്റി പേ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, FCRA കേന്ദ്ര ഗവൺമെൻറ് വെറുതെ കിട്ടുമോ? CSR സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ, ഇതെല്ലാം നമ്മുടെ ഡോക്യുമെൻ്റ് ചെയ്താലേ കിട്ടുള്ളൂ. ഇത് ഇല്ല എന്ന് പറയുന്നവർ എങ്ങനെയാണ് പറയുന്നത്? ഗവൺമെൻറ് നിന്ന് ഗ്രാൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കിട്ടുക? ഈ വിവാദത്തിൽ ഈ ചോദ്യം ഉന്നയിക്കുന്നവരോട് പറഞ്ഞ് ദയവായിട്ട് നിങ്ങൾ തെളിയിക്കുക, ഓഡിറ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെളിയിക്കുക, അല്ലാതെ ഒന്നും പറയാനില്ല. അടുത്ത ചോദ്യം, ഗ്രാൻഡാണ്. സർക്കാർ ഇതിങ്ങനെ വാരിക്കോരി നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുന്നു. എത്ര ഗ്രാൻഡ്? മറ്റേ സാമൂഹ്യക്ഷേമ വകുപ്പ് ഗ്രാൻഡ് വല്ലതും തരുന്നുണ്ടോ? ഒരു പൈസ തന്നിട്ടില്ല. ഒരു വകുപ്പ് പോലും സർക്കാർ. സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഞാൻ പറഞ്ഞത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ 97 ഞാൻ പറഞ്ഞല്ലോ, ഈ ട്രൈപാർട്ടി അഗ്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അതിന് ഈ പ്ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തന്നിട്ടില്ല. ദൈനംദിന ചെലവിന് തന്നിട്ടില്ല. ഇല്ല, അതായത് അതിനകത്തുള്ളൊരു ഒറ്റ കാര്യമുള്ളൂ, നമ്മളിതൊരു സ്പെഷ്യൽ സ്കൂളാണെങ്കിൽ മാത്രമാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ സാമൂഹ്യനീതി വകുപ്പിനും കേന്ദ്ര ഗവൺമെൻറ്റിനും ഗ്രാൻഡ് തരാനുള്ള പ്രൊവിഷനുള്ളൂ. ഇതൊരു സ്പെഷ്യൽ സ്കൂളല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർ ശ്രദ്ധിക്കുക, സാധാരണ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സ്പെഷ്യൽ സ്കൂൾ സ്റ്റാറ്റസ് ഉള്ളവയാണ്. ആ സ്പെഷ്യൽ സ്കൂൾ സ്റ്റാറ്റസ് ഇതിനില്ല. അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. അതായത് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റു ഭിന്നശേഷിക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യം ഞാൻ കൈപ്പറ്റും. അവിടെയാണ് ഈ മറ്റു ഭിന്നശേഷിക്കാരെ സഹായിക്കേണ്ടതായതാണ് സാമൂഹ്യനീതി വകുപ്പാണ്. അവർ നമ്മളെ സഹായിക്കുന്നില്ല. അവരിൽ നിന്നും ഒരു പൈസ നമ്മൾ മേടിക്കുന്നില്ല. നമ്മളെ സഹായിക്കുന്ന കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ കാരണം ഇവർക്കാർക്കും കിട്ടാറില്ല. കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഇല്ല. അതിനകത്ത് പറഞ്ഞാൽ നമ്മളെ സ്ഥാപനത്തിന് ശരിക്കും സല്യൂട്ട് ചെയ്യണം. കാരണം കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഗ്രാൻഡ് ഭിന്നശേഷിക്കാർക്ക് ട്രെയിനിങ്, കലാപരമായ ട്രെയിനിങ് കൊടുക്കുന്ന സെൻറ്ററിന് കിട്ടുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. അതായത് സാംസ്കാരിക വകുപ്പ് ഗ്രാൻഡ് കൊടുക്കാറുണ്ട്. എനിക്കൊന്ന് എന്തോ കൃഷ്ണപിള്ള സ്മാരകം ഉണ്ട്. എല്ലാ ഇതിനും ബഡ്ജറ്റിൽ ഗ്രാൻഡ് പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് സംഗീത നാടക അക്കാദമിയുടെ പരിധിയിലാണ് മാജിക് വരുന്നത്. സംഗീത നാടക അക്കാദമി കൾച്ചറൽ വകുപ്പിൻ്റെ, സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ സാംസ്കാരിക വകുപ്പിൽ പണ്ടുകാലം മുതലേ റിക്വസ്റ്റ് കൊടുക്കുന്നത് എല്ലാ വർഷവും ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് കൊടുക്കും. അത് ഇതുവരെ നടന്നിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 6 വർഷമായിട്ട്
കുറേശ്ശെ ഫണ്ട് നമുക്ക് തരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ പേരിൽ അടുത്ത വർഷം കിട്ടും. അത് സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുണ്ട്. ആ ഫണ്ടും കൊണ്ട് നമുക്ക് ഈ പ്രശ്നം നടത്തിക്കൊണ്ടൊന്നും പറ്റില്ല. അത് ചെറിയ പെർസെൻറ്റേജ് ആവുന്നുള്ളൂ. കാരണം ഇതൊരു ഇപ്പോഴത്തെ നമ്മുടെ ഒരു വലിയ 2 കോടി രൂപ അനുവദിച്ചു എന്നൊക്കെ പറയുന്നവരെന്തോ ഈ കഴിഞ്ഞ വിമർശനം. അതായത് ഇപ്പോൾ ഈ വർഷം നമുക്ക് അനുവദിച്ചിരിക്കുന്നത്, കഴിഞ്ഞ വർഷം അതായത് ലാസ്റ്റ് പ്രഖ്യാപിച്ച സമയത്ത് 75 ലക്ഷം അനുവദിച്ചു. ഈ 75 ലക്ഷം ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല. 18,70,50,000 രൂപ നമുക്ക് ട്രഷറി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ട്രഷറി അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒന്നും കിട്ടിയില്ല. പക്ഷെ കിട്ടാം. പക്ഷേ ഇപ്പം ഇനി സമയം വളരെ കുറവല്ലേ, ഈ വർഷത്തിനുള്ളിൽ എടുക്കണം. അത് കഴിഞ്ഞാൽ ലാപ്സായി പോവുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ അതാണ് സർക്കാരിൻ്റെ ഗ്രാൻഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഓടി നടന്ന സർക്കാരിൻ്റെ ഗ്രാൻഡ് വേറൊന്നും കിട്ടുന്നില്ല. ഈ കിട്ടുന്ന ഗ്രാൻഡ് ഇവിടുത്തെ ചെലവിന് പോലും ആവില്ല. കാരണം ഈ കുട്ടികളുടെ മുഴുവൻ ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ ചെലവ് എന്തായിരിക്കും, എത്രയാണ്? കുട്ടികളുടെ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും. അതെങ്ങനെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത കുട്ടികൾക്ക്? എല്ലാ കുട്ടികൾക്കും, ഇവിടെയുള്ള എല്ലാ മക്കൾക്കും കുട്ടികളുടെ ഫീസ് വാങ്ങുന്നില്ല. 1 രൂപ പോലും ഫീസ് മേടിച്ചിട്ടില്ല. ഇതുവരെ ആരുടെ കയ്യിൽ നിന്നും ഫീസ് വാങ്ങിയിട്ടില്ല. അവർക്കുള്ള സ്റ്റൈപ്പൻഡ് എല്ലാ മാസവും 1-ാം തീയതി അവരെ കൊണ്ടൊരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊടുക്കും. ഈ കുട്ടികളുടെയും പാരൻസിൻ്റെയും ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫിൻ്റെയും ഫുഡ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ഫ്രീ ആയിട്ട്. ഈ കുട്ടികളുടെ ട്രാൻസ്പോർട്ടേഷൻ, അതിന് 3 ബസ്സുണ്ട്. ആ ബസ്സിനകത്ത് അവരെല്ലാവരും കൊണ്ടാക്കും. പിന്നെ ഇവരുടെ കുട്ടികളുടെ എല്ലാവരുടെയും യൂണിഫോം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും. പിന്നെ ജീവനക്കാരുടെ സാലറി, തെറാപ്പിസ്റ്റുകളുടെ സാലറി. ഏകദേശം എത്ര രൂപ ചിലവ് വരും? എനിക്ക് തോന്നുന്നത് ഒരു നിയർലി ഒരു 30 lakhs അടുത്ത് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഭക്ഷണവും പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ചാർജ് ഒക്കെ എല്ലാം കൂടെ വരുന്നുണ്ടാവും. നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല മനുഷ്യരുണ്ട്. അതുകൊണ്ട് ഇവിടെ ആളുകൾ വന്നിട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതും ഇവിടെ ഒരു ഡൊണേഷൻ ഡെസ്ക് ഇട്ടിരിക്കുകയാണ്. ഒരു ഡൊണേഷൻ കൗണ്ടർ ഉണ്ട്. അവിടെ നമ്മൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പോകുന്നത്, എവിടേക്കാണ് വരുന്നത്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എവിടെ വേണമെങ്കിലും ആളുകൾക്ക് വന്നിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും മറച്ചു വെക്കാനില്ല. ഇതാണ് ഗ്രാൻഡ്. അതെ. ഒരു കാര്യം അണ്ടർലൈൻ ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത്, സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് ഭിന്നശേഷിക്കാർക്ക് കൊടുക്കേണ്ട പൈസ ഞാൻ കൈയിട്ടുമായിരുന്നു എന്ന് പറയുന്നത് തെറ്റ്. കാരണം അത് സാമൂഹ്യനീതി വകുപ്പ് നമുക്കൊന്നും തരുന്നില്ല. നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നിരിക്കും. കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കൾച്ചറും ചെയ്യാത്തവർക്കും കാശ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ഓരോ ബജറ്റിലും. പിന്നെ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിമ ഉണ്ടാക്കാനോ കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കാശ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എല്ലാ ദിവസത്തോടും സൂക്ഷിച്ച് ചിലവാക്കുക. 1 രൂപ പോലും വേസ്റ്റ്. കാരണം നമ്മുടെ പൈസയല്ല, ആരൊക്കെയോ ഡൊണേറ്റ് ചെയ്യുന്ന രൂപയാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് നിർത്തുന്നത്. അത്രമാത്രം ഇലക്ട്രിസിറ്റി കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ കാര്യവും അത്രമാത്രം ശ്രദ്ധിച്ചാൽ മുന്നോട്ട് പോണത്. എങ്കിൽ പോലും ഒരുപാട് എക്സ്പെൻസ് വരും. മറ്റൊരു കാര്യം ഞാൻ കേട്ടത്, 300-350 ജീവനക്കാരുണ്ടെന്ന് അവകാശപ്പെടുന്നു. എന്നിട്ട് അവരുടെ പേരിൽ എന്തോ ചെയ്യുന്നു. പക്ഷേ പിന്നീട് 40 ജീവനക്കാരന് വേറെ ആരുണ്ടോ? എന്താണ് ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത്? അത് 40 ജീവനക്കാർ എന്ന് പറയുന്നത് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സും തെറാപ്പിസ്റ്റുകളും കൂട്ടിയിട്ടാണ് ഇതാ പറയുന്നത്. ഇതല്ലാതെ ഒരുപാട് ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 350 ജീവനക്കാർ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. 350 ജീവനക്കാരില്ല. ഇല്ലാത്തൊരു കാര്യം തന്നെയുള്ളത് പറയേണ്ട കാര്യമുള്ളൂ. ഇവിടെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ സെക്ഷനുണ്ട്, അക്കൗണ്ട്സിൽ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ക്യാൻറ്റീനിലുള്ള ആളുകളുണ്ട്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നൊരു 145-150 പേര് ഉണ്ടാവും എന്നാണ് എൻ്റെ കറക്റ്റ്. അതാണ് ഈ RCI അപ്രൂവൽ എന്ന് പറയുന്നൊരു സാധനം പലരും പറയുന്നത്. RCI അപ്രൂവൽ എന്ന് പറഞ്ഞാൽ RCI കോഴ്സിനാണ് അപ്രൂവൽ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നടത്തുന്ന സെൻറ്ററുകൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നമ്മൾ ഫണ്ട് മേടിക്കുകയും സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് ഫണ്ട് മേടിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് മേടിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ കോഴ്സുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ കോഴ്സിന് RCI അപ്രൂവൽ ചെയ്യണം. നമ്മൾ അത്തരം കോഴ്സുകൾ നടത്തുന്നില്ല. നമ്മൾ ചെയ്യുന്നത് 14 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ ആർട്ടിലൂടെ എംപവർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇത് RCIയുടെ അപ്രൂവൽ വേണ്ട. അവിടെ നമ്മൾ ഗ്രാൻഡ് മേടിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. RCI അപ്രൂവലുള്ള ആളുകളാണ് തെറാപ്പി നടത്തേണ്ടത്. അത് നമ്മുടെ ആളുകൾക്ക് RCI അപ്രൂവലുണ്ട്. തെറാപ്പി നടത്തുന്നത് സയൻറ്റിഫിക്കാണ്, RCI അപ്രൂവലുണ്ട്. അത്രേ ഉള്ളൂ. ഇമാനുവൽ സാർ ഫ്രീ ആയിട്ട് ചെയ്യുന്നു അല്ലേ? ഇമാനുവൽ സാർ, നമുക്ക് ലിംഗ്വിസ്റ്റ് ഉണ്ട്, ഒരു മേരിക്കുട്ടി മാഡം. അവർ കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു. നല്ലൊരു മാഡമാണ്. അവർ പ്രൊഫസറാണ്, അവർ ലിംഗ്വിസ്റ്റാണ്. അവരാണിപ്പോൾ ഒരു കുട്ടിയെ കൊണ്ട് 16 ഭാഷയിൽ സംസാരിപ്പിക്കാൻ പഠിപ്പിക്കുന്നത്.
കണ്ണ് തുറക്കാത്തൊരു കുട്ടിയെ കൊണ്ട് മുത്തുകൾ കോർക്കാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു അമേസിങ് വേൾഡാണ്. ഫ്രീ ആയിട്ട് ചെയ്യുക, ഫ്രീ ആയിട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഇമ്മാനുവൽ സാറ് അവർക്കൊക്കെ വിഷം വരത്തില്ല ഇത് കേൾക്കുമ്പോൾ? ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എൻ്റെ കുട്ടികളുടെ അമ്മമാർക്ക് ഉണ്ടാവില്ലേ വിഷമം? എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഇതൊരു, ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഒരു സ്ഥാപനത്തിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങ് കുറേ ആളുകൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ ആരെയാണ്, ഇപ്പോൾ ഞാൻ മാജിക്കിൻ്റെ രംഗത്ത് നിൽക്കുന്ന സമയത്തും ഇത്തരം ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. മാജിക്കുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ആർട്ടിനെ ബാധിക്കുന്ന, അതല്ലല്ലോ. ഇത് എത്രയോ കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണ്ടേ പറയാൻ. അത് പക്ഷേ തെറ്റാൻ തന്നെ ഞാൻ തന്നെ ചോദിക്കുന്ന കാര്യമില്ല. ഈ പാവപ്പെട്ടവരെ എടുക്കുന്നില്ല, അത്യാവശ്യം കാശുള്ളൂ. പക്ഷേ ആ ചോദ്യം അപ്രസക്തമാണല്ലോ അല്ലേ? 100% അപ്രസക്തമാണ്. കാരണം ഇവിടെ ഈ കുട്ടികളുടെ വേഷവും കുട്ടികളുടെ യൂണിഫോമും അവർ നീറ്റായിട്ട് വരുന്നതും കണ്ടു കഴിഞ്ഞിട്ട് അവരെല്ലാം ധനികരാണ് എന്നൊന്നും വിചാരിക്കരുത്. ഇതെല്ലാം ഫീസ് വാങ്ങാത്രത്തോളം കാലം പാവപ്പെട്ടവരൊന്നും നമുക്ക് പാവപ്പെട്ടവർ അല്ല. പക്ഷേ അതല്ല ഇവിടെ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആളുകൾ ഇതെന്താ പറയുക, പാവപ്പെട്ടവരാവും. കാരണം ഒരു കുട്ടിക്ക്, ഇപ്പം നമ്മുടെ ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സാമ്പത്തികമായിട്ട് ഒരുപാട് പിരിമുറുക്കങ്ങളുണ്ടാവും. ഏത് ധനികനും പാവപ്പെട്ടവനാവും. പിന്നെ മാനസികമായിട്ടെങ്കിലും പാവപ്പെട്ടവനാവും. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊന്നും പ്രസക്തിയില്ല. ഇപ്പം നമ്മളെ മക്കളെ എല്ലാവരും ഇവിടെ നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ടും കുളിച്ചേ വരാൻ പാടുള്ളൂ, ബ്രഷ് ചെയ്തിട്ടേ വരാൻ പാടുള്ളൂ. ഇവരൊക്കെ ആദ്യം വരുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നിരന്തരമായ ട്രെയിനിങ്ങിലൂടെ ഈ തെറാപ്പിസ്റ്റുകൾ നമുക്ക് നിരന്തരമായിട്ട് ആ കുട്ടികളെ ഇങ്ങനെ പൊന്നാക്കി കൊണ്ടു നടക്കുന്നതിൻ്റെ പേരിൽ ഇത്രയും ഭംഗിയുള്ള കുട്ടികളാവുന്നതിൻ്റെ പേരിലുള്ള പ്രശ്നമാണോ അത്? ഈ സെലക്ഷൻ പ്രോസസ്സ്, ഈ ചില ആളുകളെ മാത്രം തിരഞ്ഞെടുക്കുന്നു, ആ ക്രീമിനെ മാത്രം കൊണ്ടുപോകുന്നു, ബാക്കി അവശേഷി ഇട്ടിട്ട് പോകുന്നു. ഡിഫറൻറ്റ് ആർട്ട് സെൻ്ററാണിത്. അപ്പോൾ ഇതിനകത്ത് ആർട്ടിനകത്താണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാത്ത ഒരുപാട് മക്കൾ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ആർട്ടിൽ ചെറിയൊരു കഴിവുണ്ടെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യുക, അതിനെ ഡെവലപ്പ് ചെയ്യുക എന്ന് നമ്മൾ പലപ്പോഴും അങ്ങനൊരു ശ്രമം ശരിക്കും വേണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാ ഭിന്നശേഷിക്കാരും. ഞാൻ ചോദിക്കട്ടെ, ഫോർ എക്സാമ്പിൾ ബ്ലൈൻഡ് സ്കൂളാണ്, അവിടെ എന്തുകൊണ്ട് ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾ എടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുക? മെൻസ് ഹോസ്റ്റലാണ്, അവിടെ ഫീമെയിൽസ് എന്തുകൊണ്ട് പ്രവേശനം ഇല്ല എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയാനുള്ളത്? അപ്പോൾ ഇതിലൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഒന്നുണ്ടാവണം. ഇത് ആർട്ട് സെൻ്ററാണ്, ഡിഫറൻറ്റ് ആർട്ട് സെൻ്റർ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. അതുകൊണ്ട് എന്തെങ്കിലും അത്തരത്തിൽ താല്പര്യമുള്ളൂ, അതാണ് അതിന് കറക്റ്റ് ഉത്തരവാണ്. അല്ലാതെ നമുക്ക് എല്ലാവരും എടുക്കാൻ പറ്റില്ല. ഞാനതാ പറഞ്ഞത്. ഒരിക്കലും ഡിഫറൻറ്റ് ആർട്ട് സെൻ്റർ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള സങ്കല്പങ്ങളോ കേരളത്തിലെ ഭിന്നശേഷി മേഖലയ്ക്കുള്ള ഒരു അവസാന വാക്കൊന്നും അല്ല. ഞാനത് 1000 തവണ ഞാൻ ആണയിട്ട് പറയുന്നു. ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലും, ഞാൻ വീണ്ടും പറയുകയാണ്, ഏതൊക്കെയോ രാജ്യങ്ങളിലുള്ള കുറേ കാലങ്ങളായിട്ടുള്ള ബന്ധങ്ങളെ എന്നിലൂടെ സാമ്പത്തികമായിട്ടോ അല്ലാത്ത കാര്യങ്ങളോ മറ്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടോ നമ്മുടെ നാട്ടിലൊരു സഹായകരമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ, വേറൊരു ഭിന്നശേഷി സംസ്കാരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, ഇത് മാത്രമേ എനിക്ക് സ്വപ്നങ്ങളുള്ളൂ. ഇത് കാസർഗോഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. അതാണ് ഏറ്റവും എനിക്ക് അനുഭവിക്കാൻ പോലും പറ്റുമെന്ന് എനിക്കറിയില്ല. പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഈ യൂണിവേഴ്സൽ എംപവർമെൻറ്റ് സെൻറ്ററിൽ ഒന്ന് പ്രവേശിക്കുന്നവർ ഈ കുറ്റം പറിച്ച് നിർത്തും. അല്ലാതെ 20-25 കോടി മുടക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒട്ടുമില്ല. സർക്കാർ ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയാൻ വേണ്ടി 50 ലക്ഷം രൂപ മുടക്കുമ്പോൾ ഈ 20 കോടി രൂപ മുടക്കി ഇത്രയും വലിയ ഫെസിലിറ്റി ഉണ്ടാക്കി ഇതിന്റെ അവകാശികള് മക്കൾക്കല്ല. അല്ല, അവിടെ കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്. അതിനകത്ത് രാവിലെ ഇരുന്ന് കുട്ടികൾ കമ്പ്യൂട്ടറിൽ കളിക്കുന്ന കാണണം. എന്ത് ഭംഗിയാണെന്നറിയോ അതിനകത്ത്. ഈ ജനങ്ങൾക്ക് ഉള്ള സന്ദേശം എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററായി കരുതുന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു ഭിന്നശേഷിക്കാരുടെ റീഹാബിലിറ്റേഷൻ സെൻ്ററായി ജനങ്ങൾ കരുതുകയും അതിൻ്റെ പേരിലുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ അസ്വാരസ്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ എങ്ങനെയാണ് ഇത്രയധികം ഇപ്പോൾ ഇങ്ങനൊരു പക ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയും ഇത്രയൊരു ചർച്ച പിന്നീട് എന്തെങ്കിലും കൂടാലോ എന്നൊരു തോന്നുന്നുണ്ടോ? ഞാനതിനെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ പലരും എനിക്കിതൊക്കെ അയച്ചു തന്ന സമയത്ത് അതിനകത്ത് വാക്കുകളും വാചകങ്ങളും ഒക്കെ നോക്കിയ സമയത്ത് വളരെ എനിക്ക് ഒരു ഹർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് വളരെ എന്താ പറയുക, ഒരു പക്വതയില്ലാത്ത വാക്കുകളായിട്ടും ഭയങ്കര മോശമായിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് അതിന് മറുപടി പറയേണ്ട ഒരു കാര്യമില്ല. എനിക്കത് ഏറ്റവും സങ്കടം തോന്നിയത് രണ്ടാണ്. ബാക്കി ഇങ്ങനെ പറയുന്ന ഒരുപാട് ദോഷൈകതകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒത്തിരി ദോഷൈകതകൾ ഞാൻ അനുഭവിക്കുന്ന ആളാണ്. ഹരീഷ് പൊതുവെ ഒരു പരിസ്ഥിതി ഹരീഷ് വാസൻ പൊതുവെ പരിസ്ഥിതി അദ്ദേഹം അതങ്ങ് ഷെയർ ചെയ്തു. പിന്നീട് ഞാൻ അദ്ദേഹത്തോട് അങ്ങ് സംസാരിച്ചു. ഹരീഷിനോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കാര്യം ബോധ്യമായിരുന്നു തോന്നുന്നു. ഹരീഷിനോട് ഞാൻ പറഞ്ഞു, ഇത് ഹരീഷ് ആദ്യം ഒന്ന് വന്ന് കാണും, അവിടെ വന്ന് കണ്ടു കഴിഞ്ഞ ശേഷം ഇതെല്ലാം ഒന്ന് ബോധ്യപ്പെടും. അതിനുശേഷം പിന്നെ ഹരീഷ് എനിക്ക് തോന്നുന്നത് അത് മാറ്റി വേറെ എന്തോ പോസ്റ്റ് ചെയ്തു. ബൈജു സ്വാമി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അങ്ങനെ കണ്ടിട്ടില്ല. എനിക്കറിയാം. എനിക്കതങ്ങ് ഭയങ്കര ഹർട്ടായി. ഞാൻ ബൈജുനോട് സംസാരിച്ചു. ഞാൻ അങ്ങനെ ഇതിനകത്തേക്ക് ഡീപ്പായിട്ട് പോയിട്ടില്ല. പിന്നെ പലരും എന്നോട് പറഞ്ഞു, ചിലർ പിന്നെ ഒരു 10 വാചകമോ അല്ലെങ്കിൽ ഒരു 3 വാചകമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഭാഷ
നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത പല ലാംഗ്വേജും ആയതിൻ്റെ പേര് ഞാൻ പിന്നെ നോക്കാറില്ല. നമുക്ക് അതിലേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് രൂക്ഷമായി വന്ന സമയത്ത് ഇന്നലെ ഷാജനൊക്കെ വീഡിയോ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നിങ്ങളൊക്കെ സീരിയസ് ആയിട്ടുള്ള ആളുകൾ കൂടി പറയുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറ്റം പറയാൻ ചെയ്തതല്ലേ. അല്ലല്ല അതല്ല ഞാൻ പറഞ്ഞത്. സീരിയസ് ആയിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞാൻ മറുപടി പറയണം എന്നെനിക്ക് തോന്നി. കാരണം നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആളുകൾ നമ്മളെ സഹായിച്ച ആളുകളായിരിക്കാം, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായിരിക്കാം, മന്ത്രിമാരായിരിക്കാം. അവർക്കൊക്കെ പലപ്പോഴും തോന്നും ഇങ്ങനൊരു പ്രശ്നമുണ്ടോ, അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ളതിൻ്റെ പേരിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഞാൻ ഈ സബ്ജക്റ്റ് അവസാനിപ്പിക്കുകയും ചെയ്തു. തളരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലുമില്ല. ഹർട്ട് ചെയ്യരുത്. ഇല്ല, നല്ലത് ചെയ്യുന്നവർക്കുള്ള ഒരു വിധിയാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, മാജിക്ക് നിർത്തുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നഷ്ടപ്പെടാൻ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഞാൻ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്നെ ഇവിടെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന സമയത്ത് കണ്ടിട്ട് അവരെന്നോട് കാണിക്കുന്ന സ്നേഹം, അങ്കിളേ എന്ന് വിളിച്ചിട്ട്, ആ ഒരു സിറ്റുവേഷൻ വരരുത് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. കാരണം നമ്മൾ ഉള്ളിടത്തോളം കാലം ഈ കുട്ടികളെ, ഇതുപോലെയുള്ള കുട്ടികളെ പൊന്നുപോലെ നോക്കണം. ഇത് ആരോ പറഞ്ഞു, ഞാൻ ഈ മക്കളെ കാണുന്ന സമയത്ത് തട്ടി മാറ്റും. ഇവിടെ തട്ടി മാറ്റാൻ ഇതൊക്കെ ഏത് കാലത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്? അവരൊക്കെ എന്നോട് ചേർന്ന് നിൽക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെ ഞാൻ തട്ടി മാറ്റിയിട്ടുണ്ട്? അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. സോ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്നുള്ളതാണ്. എവിടെയാണ് സംശയം ബാക്കി, എവിടെയാണ് ദുരൂഹത ബാക്കി, എവിടെയാണ് ആശങ്ക ബാക്കി? നന്മത് ചെയ്യുന്ന മനുഷ്യർ ഇങ്ങനെയൊക്കെ ചീത്ത കേൾക്കാനും വിധിക്കപ്പെടും. എനിക്ക് തോന്നുന്നത് ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ഒരു പ്രവൃത്തി പൂർണ്ണമാണെങ്കിൽ നമ്മൾ പരീക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ അപമാനിക്കപ്പെടണം. ഞാൻ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് എനിക്ക്. ഞാനാണെങ്കിൽ 1 രൂപ സുതാര്യമായിട്ട് അത് ചെയ്യരുതെന്ന് ആഗ്രഹിച്ചു. പക്ഷേ പലപ്പോഴും ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശ് മേടിക്കുന്നത് ഭയങ്കര സങ്കടം വരും. അതിൻ്റെ മറ്റൊരു തലം അങ്ങനെ സംബന്ധിച്ച് അങ്ങ് ജീവിതത്തിലേക്ക് മാറ്റി വെച്ചിരിക്കും. ഞാൻ അറ്റ്ലീസ്റ്റ് എനിക്ക് ലഭിക്കുന്ന പണം കൊണ്ട് ഞാൻ സുഖമായി ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലും വേണ്ടെന്ന് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു ആഘാതമുണ്ട്. സോ ഇതൊക്കെ ഈ നന്മയുടെ അംഗീകാരമായി കരുതുക. ഇവരൊക്കെ തിരുത്തും. എന്തായാലും ആർക്കെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ ആർക്കും ഇവിടെ നിബന്ധന കൊടുക്കുന്നില്ല. ആർക്ക് വേണമെങ്കിലും ഈ തിരുവനന്തപുരത്തേക്ക് ഇൻഫാ പാർക്കിലുള്ള മാജിക് അക്കാദമിയിലോ ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്ററിൽ എത്താം. അദ്ദേഹം ഇത് എപ്പോഴും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ കാണാം. അല്ലെങ്കിൽ പോലും നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ദയവായി അപവാദങ്ങളെ പറയാതിരിക്കുക. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഉപദ്രവിക്കാതിരിക്കുക. ഇതൊരു നന്മ വിളക്കാണ്, അത് തുടരേണ്ടതുണ്ട്. തട്ടിപ്പുകാർ ഒരുപാട് പേരുണ്ട്. പലപ്പോഴും പലയിടങ്ങളിലും ഭിന്നശേഷിക്കാരെയൊക്കെ സംരക്ഷിക്കുന്നതിന് സങ്കടം തോന്നും, കുളിപ്പിക്കുക പോലും ചെയ്യാതെ. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, ഇതൊരു വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സംരംഭമാണ്. ഇത് വെറും ഒരു പുനരധിവാസ കേന്ദ്രമല്ല. ഇത് ഗോപിനാഥ് മുതുകാടിന് ശേഷവും ഈ നാടിന് വെളിച്ചമായി മാറേണ്ടതാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. എന്തായാലും അങ്ങയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ വേണ്ടി ഞാൻ അങ്ങോട്ട് മാപ്പ് അവർ തിരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ആശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.